ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ആദ്യം പോണ വലവാടി പുതിയതൊന്നൊരു ഓപ്പണിംഗ് ആണ് കേട്ടോ. അതിന് പോയ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും കണ്ട് ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കുറേ ഇത് പണി തീർത്തിട്ടിരിക്കുന്നു, പക്ഷേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ അത് ഓപ്പൺ ആയത്. ഇതാ അത് ബലൂണൊക്കെ കണ്ട് ഷാറിൽ ഓടി ഓടി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ. എല്ലാ കുട്ടികളും വന്ന് തുടങ്ങണമല്ലോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളൊന്ന് കയറി കാണാൻ, ഓപ്പണിങ്ങിൻ്റെ മുമ്പൊന്നുള്ളിൽ കയറി കാണാൻ വേണ്ടി കയറി. ഇതാണ് അതിൻ്റെ പുറം വശമൊക്കെ കേട്ടോ. ഇതാ അവിടെ പുറത്ത് നമ്മൾ തമിഴ്നാട് സ്റ്റൈല് രംഗോലിയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ കോലം എന്ന് പറയും, അതൊക്കെ ഇടുന്നുണ്ട്. പിന്നെ അതാ ഉള്ളിലൊക്കെ തമിഴാട്ടുള്ളത്. തമിഴിൻ്റെ കാങ്ങാച്ചാഞ്ഞ് 1 2 3 ഒക്കെയാണ് ബോർഡുമ്മയുള്ളത്. പിന്നെ ഓരോ പിക്ചേഴ്സും കാര്യങ്ങളും അതിൻ്റെ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ചുമരുമൊക്കെ വോളിലൊക്കെ അങ്ങനെ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. മക്കളെ നല്ല അട്രാക്റ്റീവ് ആകും അത്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ടോം ആൻഡ് ജെറി ഡോറയൊക്കെ കണ്ടപ്പോൾ അവന് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ആദ്യം പഴയ ഒരു ബിൽഡിങ്ങും പൊളിഞ്ഞാടാനായ പോലത്തെ ഒരു ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അവർക്ക് ഓടി കളിക്കാനുള്ള സ്പേസും ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ അത് എല്ലാ കുട്ടികളും വന്ന് തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ ബലൂണൊക്കെ കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളിവിടുത്തെ ഒരു കാക്ക എല്ലാവർക്കും എന്താ ബലൂണൊക്കെ കൊടുത്ത് ചോക്ലേറ്റൊക്കെ കൊടുത്ത് ഓപ്പണിങ്ങിന് റിബൺ കട്ട് ചെയ്യാനുള്ള ട്രേ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ അവരെ ഓപ്പൺ ചെയ്ത് ആദ്യം കുട്ടികളെ ഉള്ളിൽ കയറ്റുക കേട്ടോ. എല്ലാവരും കയറ്റി അവരൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല എക്സൈറ്റഡ് ആണ് പുതിയ അംഗനവാടി കാണാൻ. അങ്ങനെ ഇതാ റിബൺ കട്ട് ചെയ്ത് ഉള്ളിൽ കയറി വിളക്കിന് തിരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ബാലവാടീൻ്റെ ഹെഡായിട്ടുള്ള ഒരു മാഡമാണ്. അവരും നമ്മളിവിടെ അംഗനവാടീൻ്റെ അടുത്തുള്ള ആൾക്കാരും കുട്ടികളുടെ പേരൻസും എല്ലാവരും ഉണ്ട് കേട്ടോ. അതിൽ എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. പിന്നെ അവരൊക്കെ കുറച്ച് സംസാരിച്ചു. കുട്ടികൾക്കൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കുട്ടികൾക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഒരാൾ വക സ്പോൺസറായിട്ട് ഫുഡും ഉണ്ടായിരുന്നു മക്കൾക്ക്, അതൊക്കെ കൊടുത്തു. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയില്ല തത്രപ്പാടാണ്. ഒന്നിനെ നിർത്തുമ്പോൾ ഒന്നാൾ നിൽക്കൂല കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് നിർത്താൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ അംഗനവാടി ടീച്ചേഴ്സിനൊക്കെ നമുക്കൊരു നല്ലൊരു ബിഗ് അപ്രിഷ്യേറ്റ് കൊടുക്കണം. എന്താ വെച്ചാൽ ഇത്രയും കുട്ടികളെ അവർ മാനേജ് ചെയ്യുന്നില്ല. നമുക്ക് വീട്ടിൽ ഒരാൾ മാനേജ് ചെയ്യാൻ എന്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ. എൻ്റെ മോനൊക്കെ എൻ്റെ വീട്ടിൽ നിർത്താൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇതാ എല്ലാവരും ഒരാൾ നിർത്തുമ്പോൾ ഒരാൾ അങ്ങോട്ട് പോകും, ഒരാൾ കരയുന്നു, ഒരാൾ പോകുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ആരെയും ഫുള്ളായിട്ട് ഫ്രെയിമിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാൻ. അതാ ഓരോരുത്തർ യോ ഒക്കെ കാട്ടുന്നുണ്ട്. അത് ഉഷാറായി അവൻ്റെ ഫ്രണ്ടാണ് അവൻ നിൽക്കണ ഐറ കേട്ടോ. അവളുടെ കൂടെ നിൽക്കുന്നുണ്ട്.